അടുത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് റാങ്കാണ്. റാങ്ക് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? 229 എന്ന് പറയുന്ന ഈ ടോട്ടൽ മാർക്ക് എഗെയിൻസ്റ്റ് ബാക്കിയുള്ള 348 മാർക്കുകളിൽ എത്രാമത്തെ സ്ഥാനത്താണുള്ളത്? അതാണ് റാങ്ക് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, കറക്റ്റ് അല്ലേ? അപ്പം നമ്മൾ എങ്ങനെ റാങ്ക് കണ്ടുപിടിക്കുക? ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ്റെ പേര് RANK, റാങ്ക് ഫംഗ്ഷൻ. ഇതാണ് റാങ്ക് ഫംഗ്ഷൻ. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഞാനത് ഓപ്പൺ ആക്കി. ഇനി എന്നോട് ചോദിക്കുന്നത് നമ്പറാണ്. ഏത് നമ്പറാണ് റാങ്ക് കണ്ടുപിടിക്കേണ്ടത്? ഈ നമ്പറിൻ്റെ റാങ്കാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. കോമ റെഫറൻസ് എന്താ കൊടുക്കേണ്ടത്? ഇവിടം തൊട്ട് 345, അതായത് ബാക്കി 348 ഡാറ്റ എത്രയുണ്ടോ അതാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്? റെഫറൻസ് കൊടുക്കേണ്ടത്. ഇനി കോമ എന്നോട് അസെൻഡിങ്ങിലാണോ ഡിസെൻഡിങ്ങിലാണോ റാങ്ക് കൊടുക്കുന്ന ചോദ്യം. നമ്മൾ ഏതിലാണ് കൊടുക്കേണ്ടത്? നമ്മുടെ ഇപ്പോഴത്തെ മാർക്സിൻ്റെ മെത്തേഡ് ആണെങ്കിൽ ഡിസെൻഡിങ് ആണ് റാങ്കിങ്. അപ്പോൾ നമ്മൾ ഡിസെൻഡിങ് സെലക്ട് ചെയ്തു, ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ ചെയ്തു. അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ കയ്യിൽ 50 മാർക്കുള്ളൊരു കുട്ടിയുണ്ട്, 60 മാർക്കുള്ളൊരു കുട്ടിയുണ്ട്, 30 മാർക്കുള്ളൊരു കുട്ടിയുണ്ട് എന്ന് വിചാരിക്കുക. ഇതിൽ ഒന്നാം റാങ്ക് ആർക്കാ? ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആൾക്കാ. രണ്ടാം റാങ്ക് ആർക്കാ? അതിൻ്റെ തൊട്ട് താഴെ മാർക്കുള്ള ആൾക്കാ. മൂന്നാം റാങ്ക് ആൾക്കാ? അതിൻ്റെ തൊട്ട് താഴെ മാർക്കുള്ള ആൾക്കാ. ശരിക്കും അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 30, 50, 60 ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? റാങ്ക് ചെയ്യാണ് അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉൾട്ടയാണ് കിട്ടണ്ടേ. 30-ന് എത്രാമത്തെ റാങ്കാണ് വേണ്ടത്? 3-ാമത്തെ റാങ്ക്. മനസ്സിലാകുന്നുണ്ടോ? 50-ന് 2-ാമത്തെ റാങ്ക് തന്നെ, 60-നാണ് 1-ാമത്തെ റാങ്ക് കിട്ടേണ്ടത്. അപ്പം നമ്മുടെ ഒരു കൺവെൻഷനൽ മെത്തേഡിലുള്ള എല്ലായ്പ്പോഴും ഇപ്പോൾ ടോട്ടൽ മാർക്ക് വെച്ചിട്ട് റാങ്ക് ചെയ്യുക, കൂടുതൽ അച്ചീവ്മെൻറ്റ് 100%, 200%, 300% കൂടുതലുള്ള ആൾക്ക് ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്ന എന്ത് സിറ്റുവേഷനിലും നമ്മൾ ഏതാ ഉപയോഗിക്കേണ്ടത്? ഡിസെൻഡിങ് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ നമ്മൾ അസെൻഡിങ് മെത്തേഡ് ചില സമയത്ത് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, ഒരാൾ നെഗറ്റീവ് മാർക്ക് കൂടുതലുണ്ട്. അപ്പം നെഗറ്റീവ് മാർക്ക് കൂടുതലുള്ള ആൾക്ക് ഏറ്റവും ഫസ്റ്റ് റാങ്ക് കിട്ടൂല. മനസ്സിലാകുന്നുണ്ടോ? കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷൻ സർവേ നടന്നുകൊണ്ടിരിക്കുക, അതിലും നെഗറ്റീവ് സർവേ പോയിന്റ്സ് വന്നിട്ടുണ്ട്. അത് കൂടുതൽ നെഗറ്റീവ് സർവേ പോയിന്റ് ഉള്ള ആൾക്ക് എന്താണ് 1-ാം റാങ്ക് കൊടുക്കാൻ പറ്റില്ല. അതിൽ ഏറ്റവും കുറഞ്ഞ നെഗറ്റീവ് സർവേ പോയിന്റ് ഉള്ള ആൾക്കാണ് നമ്മൾ 1-ാം റാങ്ക് കൊടുക്കുക. അവിടെ നമ്മൾ അസെൻഡിങ് ഉപയോഗിക്കണം. ഇപ്പം ചില മെഷീന് ഇടയ്ക്കിടെ എന്ത് ചെയ്യുന്നുണ്ട്? എറർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്പർ ഓഫ് എറേഴ്സ് കൂടുതലുള്ള മെഷീന് 1-ാം റാങ്ക് കൊടുക്കാൻ പറ്റില്ല. നമ്പർ ഓഫ് എറേഴ്സ് ഏറ്റവും കുറവുള്ള മെഷീനാണ് അവിടെ 1-ാം റാങ്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് അവിടെ ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, നമ്മൾ നോർമലി എന്താ ചെയ്യാറ്? ഡിസെൻഡിങ് ആണ് സെലക്ട് ചെയ്യാറ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ 208 റാങ്കാണ് 229 എന്നുള്ളത് നമുക്ക് എക്സൽ ആൻസർ കിട്ടി. നമ്മൾ എന്ത് ചെയ്യുക? ഡബിൾ ക്ലിക്ക് ചെയ്യുക, നേരെ ഫംഗ്ഷൻ നേരെ താഴോട്ടേക്ക് ഡ്രാഗ് ചെയ്യുക. ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്തു? റാങ്ക് ഓഫ് H2ലുള്ള വാല്യൂ എഗെയിൻസ്റ്റ് H2 ടു H350, H2 തൊട്ട് H350 വരെയുള്ള വാല്യൂവിൽ H2ൽ എത്രാമത്തെ റാങ്കാണ് അത് ഡിസെൻഡിങ് ഓർഡറിൽ തരുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ രണ്ടാമത്തെ കോളത്തിലോ H3യിലുള്ള മാർക്ക് പക്ഷേ എഗെയിൻസ്റ്റ് H3 പെട്ടത്. അപ്പോൾ എന്തായി? മുകളിലത്തെ ആൾ അവിടെ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റാങ്ക് എടുക്കുമ്പോഴും അബ്സല്യൂട്ട് റെഫറൻസിങ് ശ്രദ്ധിക്കണം. എന്ത് ചെയ്യണം? ഈ H2ൻ്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ F4 ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. H350 ഉണ്ടല്ലോ, അതും ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ മുമ്പ് പോയിട്ടും നമ്മൾ എന്ത് ചെയ്യണം? F4 ക്ലിക്ക് ചെയ്താൽ എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് റാങ്കിങ് കിട്ടുള്ളൂ. എന്നാൽ മാത്രമേ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ഫിൽട്ടർ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം ശരിയാണോ എന്നുള്ളതൊന്ന് നോക്കാം. ഇപ്പോൾ റാങ്ക് നമുക്ക് എന്ത് ചെയ്യാം? സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് അടിക്കുമ്പം 1-ാമത്തെ റാങ്ക് കിട്ടിയിട്ടുള്ളത് അഗസ്റ്റസ് സ്കൈലിംഗ് എന്ന് പറയുന്ന കുട്ടിക്കാണ്, 350 മാർക്കാണ്. 2-ാമത്തെ റാങ്ക് 338 മാർക്കുള്ള മാർസെല്ലോ സെയാറോ എന്ന് പറയുന്ന കുട്ടിക്കാണ്. 326 3 പേരുണ്ട്. ആ 3 പേർക്കും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 3 പേർക്കും സെയിം മാർക്കാണ്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും 3-ാം റാങ്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ 3, 4, 5 പ്ലേസുകൾ കഴിഞ്ഞു. എന്നാൽ 325-ന് 4-ാം റാങ്ക് അല്ല കൊടുക്കുക. ആക്ച്വലി നമ്മൾ റാങ്കിങ് സിസ്റ്റം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 3, 4, 5 കഴിഞ്ഞാൽ അപ്പോൾ 4, 5 ഇനി ഇവിടെ കാണൂല, 6-ാമത്തെ റാങ്കാണ് കിട്ടുക.
അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എക്സലും ബിഹേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വേറെ വറിയൊന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മൾ പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇതിൽ കോൺസ്റ്റൻ്റ് ആക്കി വെക്കേണ്ട ആളെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ പാസ്ഡ് ഇൻ മാത്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ആൾ മാത്സിൽ പാസ്ഡ് ആണോ ഫെയിൽഡ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമുക്ക് ഞാൻ ഫിൽറ്റർ റിമൂവ് ചെയ്യാം. പാസ്ഡ് ഇൻ മാത്സ് ആണോ ഫെയിൽഡ് ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ 35-ൽ കൂടുതൽ മാർക്കുള്ള ഒരാളാണ് പാസ്സാവുക, 35-ൻ്റെ താഴെ മാർക്കുള്ള ആൾ എന്താവും, ഫെയിൽഡ് ആവും. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പ്രിൻ്റ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ എഴുതി കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിമ്പിളാണ്, ഇഫ് ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുക. അത്ര ആലോചിച്ചാൽ മതി. 35-ൻ്റെ മുകളിലാണെങ്കിൽ പാസ്ഡ് എന്ന് എഴുതി കാണിക്കണം, 35-ൻ്റെ താഴെയാണെങ്കിൽ ഫെയിൽഡ് എന്ന് എഴുതി കാണിക്കണം. അപ്പോൾ ഇഫ് ഗ്രേറ്റർ ദാൻ 35, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 35, അത് ഇഫ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ ആൻസർ കിട്ടണം. അപ്പോൾ അതൊരു ലോജിക്കൽ ഓപ്പറേറ്ററാണ് സംഭവം. അപ്പോൾ ഇഫ് എന്ന് പറയുന്നത് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഈസ് ഈക്വൽ ടു IF, ഇഫ് എന്നാണ് ആ ഫംഗ്ഷൻ. നമ്മൾ എന്ത് ചെയ്തു, അത് ഓപ്പൺ ആക്കി. ഇനി മാത്സ് ലോജിക്കൽ ടെസ്റ്റാണ് എന്നോട് ചോദ്യം. മാത്സിലെ മാർക്ക് എവിടെയുള്ളത്, ഈ കോളത്തിലുള്ളത്. അത് സെലക്ട് ചെയ്തു. F2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 35 ആണെങ്കിൽ, കണ്ടോ, F2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 35 ആണെങ്കിൽ കോമ ഇട്ടു. വാല്യൂ ഇഫ് ട്രൂ, ഇതാണെങ്കിൽ, ഈ ലോജിക്കൽ ടെസ്റ്റ് ട്രൂ ആണെങ്കിൽ എന്ത് വാല്യൂ ആണ് നിങ്ങൾ കൊടുക്കുന്നത്, ഡബിൾ കോഡ്സിനകത്ത് പാസ്ഡ് എന്ന് എഴുതി കാണിക്കണം, പാസ്സായി, കോമ. അടുത്തെന്താണ്, വാല്യൂ ഇഫ് ഫോൾസ്. ഇപ്പോൾ ഈ F2 എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ ലെസ് ദാൻ 35 ആണെങ്കിൽ, അതായത് ഫോൾസ് ആണെങ്കിൽ, ലെസ് ദാൻ 35 ആണെങ്കിൽ നമുക്ക് എന്താ കൊടുക്കേണ്ടത്, ഡബിൾ ക്ലിക്ക് എടുക്കുക, ഫെയിൽഡ് എന്ന് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഡബിൾ കോഡ്സ് നമ്മൾ ക്ലോസ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ചാൽ നമുക്കിവിടെ ആൻസർ കിട്ടുന്നതാണ്. ഈ കുട്ടികളൊക്കെ പാസ്ഡ് ആയിരിക്കും, കാരണം അവരൊക്കെ ഭയങ്കര റാങ്കുള്ള ആൾക്കാരാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഫെയിൽഡ് ഇതാ, ഇയാൾ മാത്സിൽ 25 മാർക്കേ ഉള്ളൂ, ഫെയിൽഡ് ആണ്. കണ്ടോ, അതാണ് പാസ്ഡ് ഓർ ഫെയിൽഡിൻ്റെ കളികൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ OC പാസ്ഡ് ആണോ ഫെയിൽഡ് ആണോ എന്ന് എങ്ങനെ നമുക്ക് ഇവിടെ ഇടാൻ പറ്റുക, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു.